വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 38 വയസ്സായ ഒരു യുവതി രണ്ടാമത്തെ പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സ്ട്രഗിളും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്ത ടിപ്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സക്സസ് സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അവർ ഫോളോ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. ഇത് പറ്റുന്നവർക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാൻ സാധിക്കുമെന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ആരോഗ്യവും ആയുസ്സും ഒക്കെ ഉള്ള ഒരു കുഞ്ഞിനുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ സക്സസ് സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് ഞാനവിടെ തമ്മനയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അവർ ഫോളോ ചെയ്ത ടിപ്സ് എന്തൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം അവർ ഫോളോ ചെയ്തത് ഡ്രൈ ഫിഗും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് വെറും വയറ്റിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഡ്രൈ ഫിഗും നമ്മുടെ ഉണക്കമുന്തിരിയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഓവുലേഷൻ ഡേറ്റ് വരെയൊക്കെ ഗ്രാമ്പു വെള്ളം വെറും വയറ്റിൽ എടുക്കുന്ന ആളുകളുണ്ട്. ഓവുലേഷൻ ഡേറ്റിൽ ഗ്രാമ്പു വെള്ളം വെറും വയറ്റിൽ എടുക്കുന്ന ആളുകൾ ഒരിക്കലും ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വെറും വയറ്റിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഗ്രാമ്പു വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് എടുത്താലും മതി. പിന്നെ വെറും വയറ്റിൽ തന്നെ ഇത് എടുക്കണമെന്നുമില്ല, ഒരുമിച്ച് ഇത് എടുക്കണമെന്നുമില്ല. അപ്പോൾ ഡ്രൈ ഫിഗിൻ്റെയും ഉണക്കമുന്തിരിയുടെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിന് ഈ ഡ്രൈ ഫിഗിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അയേൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റമിൻ B1, വിറ്റമിൻ B6, വിറ്റമിൻ B12, വിറ്റമിൻ K, വിറ്റമിൻ A എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എല്ലാം ഇതിനകത്തുണ്ട്. നമ്മൾ മൾട്ടിവിറ്റമിന്റെ മെഡിസിൻ എടുക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ഗുണങ്ങളും തന്നെ ഇതിനകത്തുണ്ട്. ഫോളിക് ആസിഡ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിന് ആദ്യ കാലങ്ങളിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാലും പ്രഗ്നൻസി സക്സസ്ഫുൾ ആവുകയുള്ളൂ. അതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒപ്പം ഇതിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ പീരിയഡ്സിന്റെ സമയം മുതൽ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം പീരിയഡ്സിന് നടക്കുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, ഓവുലേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, അതുപോലെ സെക്ഷൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്, സ്പേമിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മളിതിപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു ഹോർമോൺസിന്റെ ബാലൻസ് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മളിപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഓവുലേഷൻ വരെ നമ്മൾ കറുവപ്പട്ട വെള്ളം ഉപയോഗിച്ചിട്ട് നിർത്തുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ഫലോപ്പിൻ ട്യൂബിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുക എന്നുള്ളതാണ്. അവിടെ വെച്ചിട്ടാണ് സെൽ ഡിവിഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ഇത് എത്തുന്നത്. അപ്പോൾ ട്യൂബിലൊന്നും ബ്ലോക്കേജും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ ഡ്രൈ ഫിഗ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ട്യൂബ് ഒന്ന് നറിഷ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ട്യൂബിൽ ഓൾറെഡി ബ്ലോക്ക് ഉള്ള ആളുകൾക്കാണെങ്കിലും അതിന്റെ ആ ഒരു എഫക്റ്റ് ഒന്ന് കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ PCOD, എന്തെങ്കിലും സിസ്റ്റ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രഗ്നൻസി ലോസ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കും ഇത് കണ്ണും പൂട്ടി ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ ഒരു എഫക്റ്റ് ഒന്ന് കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈ ഫിഗ് സഹായിക്കും കേട്ടോ. അതുപോലെ ഫൈബ്രോയിഡ് ഉള്ള ആളുകൾക്കാണെങ്കിലും പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഓൾറെഡി ഉള്ള ആളുകൾക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ പലർക്കും ഉണ്ടാകുന്നത് അവരുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ്. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 2-3 അത്തിപ്പഴം, ഉണങ്ങിയ അത്തിപ്പഴം നിങ്ങൾ എടുത്താൽ മതിയാകും. അതിൽ കൂടുതൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 2-3 എടുത്തിട്ട് നല്ലതുപോലെ നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അതായത് കുറച്ച് വെള്ളത്തിൽ, ഇതൊന്ന് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളത്തിൽ നിങ്ങളിത് കുതിർത്തി വെക്കുക. അതിനുശേഷം കുറേയധികം ഒരു 5-6 മണിക്കൂറുകൾക്കൊക്കെ ശേഷം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെറും വയറ്റിൽ കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വിശപ്പ് തുടങ്ങുന്ന, അടുത്ത ഫുഡിന് മുമ്പ് വിശപ്പ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഈവനിങ് ടൈമിലാണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കുതിർത്തി എടുക്കുമ്പോഴേക്കും കുതിർത്തി ആ വെള്ളവും കൂടി നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ഉണക്കമുന്തിരി, ബ്ലാക്ക് ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകൾ തരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഹെയറിന്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്, നമ്മുടെ സ്കിന്നിന് എന്നിവ ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ഒരു ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി നമുക്ക് തരുന്നുണ്ട്. ഇത് സ്ത്രീകളിൽ അവരുടെ ശരീരം ഒന്ന് ഡിറ്റോക്സ് ചെയ്യുന്നതിനും നമ്മുടെ ബ്ലഡ് ഒന്ന് പ്യൂരിഫൈ ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നു. ഈ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് വഴി നമ്മുടെ PCOS, അതുപോലെ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ, അതുപോലെ പീരിയഡ്സ് ആകുമ്പോൾ മെൻസ്ട്രൽ ക്ലോട്ട്സ് കൂടുതലായിട്ട് ഉണ്ടാവുന്നവരിൽ ഒക്കെ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള അയണിന്റെ കണ്ടന്റ്, അതുപോലെ വിറ്റമിൻസ്, കോപ്പർ തുടങ്ങിയവ നമ്മൾ അനീമിക് ആവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സെക്ഷൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് കൺസപ്ഷനെയും സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്താണെങ്കിലും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഇത് തരുന്നത് നമ്മളൊരു രാത്രി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിലോ നമുക്ക് വേണ്ടുന്ന അത്രയും ഉണക്കമുന്തിരി, ഇതിന് നമുക്ക് കണക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു പിടിയെങ്കിൽ ആ ഒരു പിടി ഉണക്കമുന്തിരി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുക.
ഒന്ന് കഴിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് രാത്രി ആകുമ്പോഴേക്കും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ഇതൊന്ന് കുതിർന്നിട്ടുണ്ടാവും. കുതിർന്ന് ഇത് നല്ലൊരു വെള്ളം കയറി അതൊന്ന് വീർത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ വെള്ളം കയറി വീർത്തിരിക്കുന്ന ആ ഒരു വെള്ളം അങ്ങനെ തന്നെ അങ്ങോട്ട് കുടിക്കുക. ആ വെള്ളവും കുടിക്കുക, അതുപോലെ ഉണക്കമുന്തിരിയും കഴിക്കുക. നല്ല ഇത് കൺസപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള, ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഇതിൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള L-അർജിനിൻ തുടങ്ങിയവ നിങ്ങളുടെ യൂട്രസിലോട്ടും ഓവറിയിലോട്ടുമുള്ള ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. യൂട്രസിലോട്ട് ബ്ലഡ് സപ്ലൈ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് ബ്ലഡ് സപ്ലൈ കൂടുതലായിട്ട് പോകണം. അതുപോലെ ഇപ്പോൾ പുരുഷൻ ഇത് കൂടുതലായിട്ട് കുടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്പേമിലും ഉണ്ടാകുന്ന ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വഴി ഈ ക്വാളിറ്റി ആയിട്ടുള്ള എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആയി ക്വാളിറ്റി ആയുള്ള ഒരു എംബ്രിയോ ഉണ്ടാവുകയും ഇത് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് കുടിക്കുന്ന സ്ത്രീക്കും പുരുഷനും അവരുടെ സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നു. അവരുടെ ലിബിഡോ ഇത് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിൽ PCOD-യുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും ഈ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് അവർ ഫോളോ ചെയ്തതായിട്ട് പറഞ്ഞത് ബ്രിഡ്ജ് പോസ് യോഗയാണ്. നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ ബ്രിഡ്ജ് പോസ് യോഗ എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ ബ്രിഡ്ജ് പോസിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരെ യോഗ മാറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിലോ കിടക്കുക. ശേഷം നമ്മുടെ 2 കാൽപാദവും കുത്തിയതിന് ശേഷം ഇടുപ്പ് മാത്രം ഒന്ന് പൊക്കി കൊടുക്കുക. ഇതിന്റെയും ഇമേജ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി ഒരു സ്ലോപ്പിലോട്ടാണ് പോകുന്നത്. ഇതും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. നമ്മുടെ പെൽവിക്കിന്റെ ഭാഗം സ്ട്രെച്ച് ആക്കുന്നതിന് വേണ്ടിയിട്ടും അബ്ഡോമിനൽ ഓർഗൻസിന് ഈ ഒരു എക്സസൈസും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നല്ലതുപോലെ ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ഈ ഒരു എക്സസൈസിന്റെ പോസിൽ നമ്മൾ നിൽക്കുക. അതായത് ശ്വാസം നല്ലതുപോലെ അകത്തേക്ക് വലിച്ച് ഇടുപ്പ് പൊക്കുക. ശ്വാസം നല്ലപോലെ സ്ലോലി വിട്ട് ഇടുപ്പ് താഴ്ത്തി നോർമൽ പൊസിഷനിലോട്ട് എത്തുക. എഗെയിൻ നമ്മൾ ആ ഒരു പൊസിഷനിൽ നല്ലതുപോലെ ശ്വാസം വലിച്ചു പിടിച്ച് ഹിപ്പ് പൊക്കുക. ശ്വാസം പയ്യെ വിട്ടിട്ട് ഹിപ്പ് താഴ്ത്തി നോർമൽ പൊസിഷനിലോട്ട് എത്തുക കേട്ടോ. 10 to 15 മിനിറ്റ്സ് വരെയെങ്കിലും നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നീട് അവർ പറഞ്ഞത് ദിവസവും 2 വാൾനട്ട്, 5 ബദാം, 4 ഫോക്സ്നട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈവനിങ്ങിൽ കഴിക്കാനായി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഏറ്റവും ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോക്സ്നട്ടിനെ പറ്റിയിട്ടാണ്. ഫോക്സ്നട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ കുറച്ചൊന്ന് ഹെവി ആയിട്ടുള്ള സ്റ്റോറുകളിലും ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഈ ഫോക്സ്നട്ട് അല്ലെങ്കിൽ നമുക്ക് മഖാന എന്ന് പറയുന്നത്, ഇത് ഒരുപാട് ഗുണങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നൽകുന്നതാണ്. ഈ മഖാന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു. ഫീമെയിൽ ഫെർട്ടിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും പ്രിവെന്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ സെർവിക്സിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. PCOD തൈറോയിഡ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിനെ ഒരുപാട് ക്യൂർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ വെയിറ്റ് ലോസ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. ഓവറീസിന്റെ ഹെൽത്തിനെ സഹായിക്കുന്നു. അങ്ങനെ ഓവറോൾ നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഇത് സഹായിക്കുന്നു. ഇനി പുരുഷന്മാരിലെ ഏർലി ഇജാക്കുലേഷൻ സംഭവിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും പുരുഷന്മാരുടെ സ്പേമിന്റെ കൗണ്ട് കൂട്ടുന്നതിനും അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഫോക്സ്നട്ട് കഴിക്കുന്നത് സഹായിക്കുന്നു. ഈ ഫോക്സ്നട്ടിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, ഫൈബർ, മാഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം എന്നിവ നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഒരു പരിധിവരെ നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഈ ഫോക്സ്നട്ട് നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഫോക്സ്നട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാവുന്നതാണ്. അല്ലാത്ത രീതിയിലുള്ള ഫോക്സ്നട്ടാണ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങളൊരു പാനിലെടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതിങ്ങനെ ഞെക്കി നമ്മളിങ്ങനെ അമർത്തുന്ന സമയത്ത് ഒരു പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കില്ലേ, അതുവരെ നിങ്ങൾ നല്ലതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫ്രൈഡ് ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഫോക്സ്നട്ട് നിങ്ങൾ കഴിക്കേണ്ടത് 3, 4, 5 മാക്സിമം അത്രയും നിങ്ങൾ ഫോക്സ്നട്ട് എടുത്ത് കഴിച്ചാൽ മതിയാവും കേട്ടോ. ഈ ബദാമിനെയും വാൾനട്ടിനെയും പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഈ വാൾനട്ടും അതുപോലെ ബദാമും നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇതിനെ രണ്ടിനെയും പെടുത്താവുന്നതാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള omega-3, omega-6, ഫൈബർ, സിങ്ക്, കാൽസ്യം, മാഗ്നീഷ്യം എന്നിവ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഓവറോൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ വാൾനട്ടിലും മാഗ്നീഷ്യവും കോപ്പറും omega-3യും omega-6ഉം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ, വിറ്റമിൻ ഇ ഇതെല്ലാം വാൾനട്ടിലും അടങ്ങിയിട്ടുണ്ട്. ഈ വാൾനട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നിങ്ങൾ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഞാൻ ഈ പറയുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ലാസ്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്തതായി പറഞ്ഞത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ.
ചോക്ലേറ്റ് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ് എല്ലാവരും തന്നെ. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സാധാ ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ആണ്. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്ന ഒന്നാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് വിത്തൗട്ട് ഷുഗർ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ, അയൺ, കോപ്പർ, മാഗ്നീഷ്യം, പൊട്ടാഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, സിങ്ക്, സെലീനിയം എന്നിവയെല്ലാം തന്നെ ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അണ്ടത്തിന്റെയും ബീജത്തിന്റെയും DNA സ്ട്രക്ചർ കൃത്യമാക്കി കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സ്പേം കൗണ്ട് കുറവുള്ള പുരുഷന്മാർക്കും ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്ത സ്ത്രീകൾക്കും ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ എൻഡോമെട്രിയം ലൈനിങ് പ്രോപ്പർ ആയിട്ട് വളരുന്നതിനുള്ള ഒരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നു. ഓവുലേഷൻ കൃത്യമായിട്ട് വളർന്ന് എൻഡോമെട്രിയം ലൈനിങ്ങും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും തന്മൂലം ഇംപ്ലാന്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇത് നമ്മുടെ ഓവറീസിലോട്ടും അതുപോലെ നിങ്ങളുടെ യൂട്രസിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുമൂലം നിങ്ങൾക്ക് കൃത്യമായിട്ട് മൂപ്പെത്തി അണ്ടം വളരുന്നതിനും അത് നാച്ചുറലി റപ്ചർ ആകുന്നതിനും ഇത് സഹായിക്കുന്നു. ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് സ്പേമിന്റെ വോളിയവും കൗണ്ടും മോട്ടിലിറ്റിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത് ഒരു ദിവസം ഒരു പീസ് എന്നുള്ള കണക്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.